ഹലോ എവരിബഡി, ഇന്ന് നമ്മുടെ ഇപ്പാൻ്റെ തറവാട്ടിലേക്ക് പോവാണ്. അതിൻ്റെ ക്ലിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞങ്ങൾ കൂൺ പറിക്കാൻ പോയത് ഇപ്പോൾ ഞങ്ങൾ കാണുന്നതാണ്. അങ്ങനെ കൂന് പറിക്കാൻ വേണ്ടി പോവായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വാഴത്തോട്ടം ഇത് അങ്ങനൊന്നല്ല, ഞങ്ങളൊരു കുളം കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന അതാണ് ഞങ്ങൾ ഗ്രൗണ്ട്. ഇവിടെ ചികിരിപ്പാടെന്ന് പറയും കേട്ടോ ഗ്രൗണ്ടിനൊക്കെ. ഗ്രൗണ്ടാണ് നിങ്ങളിത് ഈ കാണുന്നത്. നല്ല പച്ചപ്പ് നിറഞ്ഞൊരു ഗ്രൗണ്ട്. ഇത് വലിയവർക്ക് കളിക്കാനും പിന്നെ ഇതാ നിങ്ങളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ ഈ സൈഡിൽ കാണുന്നതാണ് കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്നത്. അതായത് ഞങ്ങൾ ആദ്യമൊക്കെ കളിച്ചിരുന്നത് അവിടെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മാറി ഇപ്പം ഞങ്ങളൊരു വലിയൊരു കയറ്റം കയറിയിട്ടാണ് കേട്ടോ തറവാട്ടിലേക്ക് പോകാൻ. വണ്ടി കൊണ്ട് പോകാൻ പറ്റുമോ വെച്ചാൽ പുതിയ വണ്ടിയിട്ടൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെ കാരണം ഇവിടെയൊക്കെ നിറച്ച് വീടുകളാട്ടോ. നടന്നു പോകുമ്പോൾ ഇഷ്ടം. അവിടേക്ക് നിറച്ച് മഴ പെയ്തതിന് ഭയങ്കര മഴത്തുള്ളികളൊക്കെ ഉണ്ടാവും. നല്ല പൂക്കളായാലും നല്ല രസമുള്ള പൂക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മഞ്ഞ പൂക്കൾ കേട്ടോ. എനിക്കതുപോലെ മഴത്തുള്ളികൾ ഇന്നലെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് കുറേ മഴത്തുള്ളി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കാണാനാണ് കാണാൻ മലപ്രദേശം. അതായത് മലപ്രദേശത്ത് ഏകദേശം എടുത്താട്ടോ ഒരു ഉള്ളു പൊട്ടിയ വേഗം ഞങ്ങൾ പോകും. അമ്മതിരാണ്. പിന്നെ ഞങ്ങൾ പോകുന്നത് മദ്രസൊക്കെ വിട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഒരു 7:30 ആയപ്പോഴാണ് ഞാൻ ഒരു 7:15 ഇപ്പോൾ ഞാൻ വീട്ടിലോട്ടെ 7:30 ആയപ്പോൾ ഞങ്ങൾ തറവാട്ടിലോട്ട് പുറപ്പെട്ടിട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ തറവാട്ടിൽ നിന്ന് ഇറങ്ങി ആ പോകുന്നൊരു ഒടുവഴിയാണ് നമ്മൾ തറവാട്ടിലേക്ക് പോകുന്നത്. കാണുന്നൊരു ഒടുവഴി ഒക്കെയാണ് കേട്ടോ. ഇപ്പം കാണുന്നത് എന്നെയാണ്. കാരണം ഞാൻ എന്താ പറയുക എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ ഞാൻ. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ ചെടികൾ. മറക്കാനല്ല, ഇതാണ് ഞങ്ങൾ കുട്ടിപ്പട. അത് ഭയങ്കര മലിനമായി കിടക്കും കേട്ടോ. നിറച്ച് വേസ്റ്റുകളൊക്കെ ആയാലും ഇഷ്ടം മാതിരി ഉണ്ട്. പിന്നെ ഉമ്മാനെ കാണിക്കാൻ പറ്റൂല കേട്ടോ. അതാണ് ഉമ്മാനെ കാണിക്കാത്തത്. ഇതാണ് പിന്നെ ഞങ്ങൾ നടന്നു പോകുന്ന ഒരു സ്ഥലം. എന്താ പറയുക, പൂക്കൾ കൊണ്ട് നിറഞ്ഞൊരു കുറ്റിപ്പാട് തന്നെ എന്ന് വേണം പറയാം കേട്ടോ. അങ്ങനെയാണ് നിറച്ച് പുല്ലുകൊണ്ട് നിറഞ്ഞിട്ട് പൂ കൊണ്ട് നിറഞ്ഞിട്ടായിരുന്നു കേട്ടോ. പിന്നെ നടന്ന് ഇതാണ് ഇവിടുത്തെ ഗ്രൗണ്ട്. അത് ചികിരിപ്പാട് ഗ്രൗണ്ടും ഇവിടുത്തെ കുട്ടികൾക്ക് കളിക്കാനുള്ളൂ. എൻ്റെ 2-3 വയസ്സായ കുട്ടികൾക്കൊക്കെ വലിയ ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ കാണുന്നത് എൻ്റെ തറവാടാണ്. എൻ്റെ തറവാടിപ്പാൻ്റെ വീട് കേട്ടോ. പിന്നെ ഇതിൽ കൂടെ പോയിട്ട് വേണം ഞങ്ങൾക്ക് ആ കൂണ് ഉള്ള സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഭയങ്കര കാടാട്ടോ. ഇതിൽ കൂടെ ഒക്കെ പോകണമെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. എൻ്റെ കാലിൽ എന്തോ ഒന്ന് കടിച്ചോടുകൂടി ഞാനൊന്ന് പേടിച്ചിട്ടോ. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് എൻ്റെ കാലിൽ എന്തോ ഒന്ന് കടിച്ചത്. ഇപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. എന്താ അറിയില്ല, പിടിച്ചെന്താ നോക്കണം. ഇതൊക്കെ ഭയങ്കര ഡേഞ്ചറായുള്ള സ്ഥലം തന്നെയാണ്. ബട്ട് ഇതിപ്പോൾ പല തോട്ടവും അമ്മമാരുടെ വലിയ തോട്ടമാണ്. ഇത് പല തോട്ടമാണ്. ഇതിൽ നമ്മളിങ്ങനെ പോയി കള്ള് നല്ലത്. ഇത് ലേഹത്തിൻ്റെ കുപ്പിയാണ്. ലേഹം കഷായത്തിൻ്റെ കുപ്പിയാണ്. നമ്മൾ ഇത് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പുഴ കാണാൻ പറ്റുമല്ലോ. ഇത് കടക്കാൻ പറ്റുന്നൊരു പുഴ. ഞാൻ നേരത്തെ കാണിച്ചല്ലോ. ആ പാലത്തിൻ്റെ അവിടേക്ക് കയറാൻ നിൽക്കുകയാണ് നിങ്ങൾ കണ്ടു കൊടുക്കുന്നത്. അല്ലേ ഇത്ര ഉള്ളപ്പോൾ